ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നും സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത്. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞുവരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 91 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാപി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്ക് കഴിയില്ല എന്നും അബ്ദുൽ ഹക്കീം അസ്കരി പറഞ്ഞു. ഇവിടെ 1991 ഉണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് 1947 ശേഷമുള്ള ഒരാരാധനാലയത്തിന്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിന്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിനി, ഗ്യാൻവാപി പള്ളിയിൽ ആരാധന നൽകാൻ ഹിന്ദു വിഭാഗത്തിന് അനുമതി നൽകിയ ശേഷം വിവിധയിടങ്ങളിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ വളരെ ശക്തമായി വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി ഈ വിഷയത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ്. ഭൂമി ഇളക്കി പരിശോധിച്ചാൽ മറ്റു പലതും കിട്ടാൻ സാധ്യതയുണ്ട് എന്നും ഇത്തരം സാധ്യതകൾ കണക്കിലെടുത്താണ് 1991 പാർലമെന്റിൽ ഈ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം നടത്തിയതെന്നും പറയുന്നു. ശബരിമല ഇന്ന് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നു, അതൊരു ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. ഇത്തരം ഇടങ്ങളിൽ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ഗൃഹോപകരണങ്ങളുമൊക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നുകയും ചെയ്യും. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നൊക്കെ പറഞ്ഞു വരാം. പക്ഷേ അതിന് യാതൊരു നിയമസാധുതയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഗ്യാൻവാപി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ ഈ ജില്ലാ കോടതിയുടെ വിധിക്ക് കഴിയില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ മൗനം വെടിഞ്ഞ് പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടി വേണം അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിലയിരുത്താൻ. ഇന്നലെ കാന്തപുരത്തിന്റെ ബിരുദദാന സമ്മേളനം കാന്തപുരം മർക്കസിൽ നടക്കുന്നുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹവും ഈ വിഷയത്തിൽ കാന്തപുരവും ഈ വിഷയം AB അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ഗ്യാൻവാപി അല്ലെങ്കിൽ ബാബറി മസ്ജിദ് ഒക്കെ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാമെന്നോ നിരാശപ്പെടുത്താമെന്നോ ആരും കരുതണ്ട എന്നും ന്യായമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കാൻ രാജ്യത്തെ മതേതര വിശ്വാസികൾ തയ്യാറാക്കണമെന്നും ഒക്കെയുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. ഇതേ വേദിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മകനും സുന്നി നേതാവും കൂടിയായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്കരി തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രഞ്ജിനി, ഈ അനീഷ, ഇതിലിപ്പോൾ ഈ ഗ്യാൻവാപി പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പ്രതികരണമായി കണ്ടപ്പോൾ അതിനപ്പുറം ഒരു വിവാദം ലക്ഷ്യമിട്ടുള്ള ഒരു പ്രതികരണമായി ഒന്നും നമുക്ക് കാണേണ്ടതില്ലല്ലോ അല്ലേ?
തീർച്ചയായും ഗ്യാൻവാപ്പിയോടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ. കാരണം ഈ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കാണും എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ഒരു അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയാണെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നും ഒക്കെ പറഞ്ഞു വരാം എന്ന് അദ്ദേഹം പറയുമ്പോൾ കൃത്യമായി തന്നെ ആരാധനാലയങ്ങൾ ചികഞ്ഞ് പരിശോധിച്ചാൽ ലഭിക്കുന്ന സാധന സാമഗ്രികളും അത്തരത്തിൽ സാധന സാമഗ്രികൾ ലഭിക്കുന്നത് കൊണ്ട് അതേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം, പ്രത്യേകിച്ചും 1991 ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം യാതൊരു തരത്തിലുമുള്ള നിയമസാധുത ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഒരു കോടതിക്കും ആ നിയമം മറികടന്ന് ഒരു ആരാധനാലയം മറ്റൊരാൾക്ക് കൈമാറുന്നതിന് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഇരു വിഭാഗങ്ങളും ഇത്തരം ആരാധനാലയങ്ങളുടെ പേർ അവകാശവാദം ഉന്നയിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. രഞ്ജിനി. ശരി, എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.